കിച്ചൻസ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നൊരു ചന്ത വിശേഷം ആയിക്കോട്ടെ. ആദ്യം തന്നെ അപ്പോൾ നമ്മളിന്ന് പതിവ് പോലെ നല്ലപോലെ ഫ്രഷായിട്ട് റെഡിയായിട്ട് നേരെ കിച്ചണിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ഇന്ന് മാർക്കറ്റിലോട്ടാണ് പോയത്. കാരണം നാളെ നോമ്പല്ലേ, നോമ്പിന് നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും, മേടിക്കാനുണ്ട്. അതുപോലെ ഇന്ന് നമുക്ക് വീട്ടിനാവശ്യം മീനാണ് വേണം. അപ്പം മീൻ മേടിക്കണം, കുറച്ച് വെജിറ്റബിൾസ് മേടിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാം ഞാൻ തന്നെ ചെയ്യണമല്ലോ, വേറെ ആരും ഇല്ലല്ലോ വീട്ടിൽ. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും നമുക്ക് സമയം കിട്ടത്തില്ല, ഒന്ന് ഉറങ്ങാൻ സമയം കിട്ടില്ല. ഗൾഫിൽ നിന്ന് വന്നാൽ നാട്ടിൽ റെസ്റ്റ് എടുക്കാൻ നമുക്ക് വരുന്നതാണ്, നമുക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല. ഗൾഫിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഗൾഫിലാണ് എനിക്ക് സുഖമാണെന്ന് തോന്നുന്നു. നാട്ടിൽ വന്നാൽ ഒരേ ജോലി 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 തന്നെ. പിന്നെ ജോലി പിന്നെ പുറത്തുള്ള താലൂക്ക്, അതുപോലെ അക്ഷയ, പിന്നെ വില്ലേജ് ഓഫീസ്, അങ്ങനെ 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 ഓരോ തിരക്കുകളാണ്. പിന്നെ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് മീനൊക്കെ മേടിച്ച് നല്ല വെള്ളാപ്പാറ മീൻ കിട്ടി, മീനും മേടിച്ചു. നല്ല വിലയാണ് ഈ ചന്തയിൽ, നല്ല ഫ്രഷ് മീനും വരും, പക്ഷെ നല്ല വിലയുമാണ്. അപ്പോൾ നല്ല, അതുപോലെ തന്നെ ചക്ക കിട്ടിയായിരുന്നു. ഉമ്മാക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് ചക്ക ഉടച്ച് വെച്ച് കൊടുക്കണം, അതുകൊണ്ട് ചക്ക പ്രത്യേകിച്ച് ചക്ക മേടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ചക്കയൊക്കെ മേടിച്ച് ഞാൻ നേരെ വീട്ടിൽ വന്നാൽ പിന്നെ റെസ്റ്റ് എടുക്കാൻ സമയമൊന്നുമില്ല. കുറച്ച് നേരം ഇരിക്കാനൊന്നും തോന്നി, പക്ഷേ ഇരിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ സാധാരണ മറ്റേ തേങ്ങ അരച്ചാണ് നമ്മൾ കറി വയ്ക്കുന്നത്. ഇന്നിപ്പോൾ തേങ്ങ അരയ്ക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉമ്മാക്ക് ഗുളികയൊക്കെ കഴിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഒരു തട്ടിക്കൂട്ട് ഒരു മുളക് കറിയൊക്കെ വെച്ച്, പിന്നെ ചക്ക ഉടയ്ക്കാൻ പോലെ കുരുമുളകും കാന്താരി മുളകൊക്കെ ഇട്ട് ഉടച്ച് ചക്കയും വെച്ച്, അതുപോലെ ഫിഷ് അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാനുള്ള അരപ്പൊക്കെ പുരട്ടി ഫിഷ് മാറ്റി വെച്ച്, കുറച്ച് മാങ്ങ കിട്ടിയായിരുന്നു, അതിന് ചാട്ട് മസാലയൊക്കെ ഇട്ട് ഉപ്പും മുളക് പൊടിയിട്ട് അത് ഒന്ന് മാറ്റി വെച്ച്, അത് ഒരു ഒരു ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഞാനങ്ങനെ ഒരു അച്ചാർ പോലെ വെച്ചില്ല, ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അത്. അങ്ങനെ ചെയ്ത്, അപ്പോൾ അത് പെട്ടെന്നാവുമല്ലോ എന്ന് കരുതി അതൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് ഗ്രീൻ ടീ ഒക്കെ കുടിച്ചൊന്ന് റിലാക്സ് ആയിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ബാങ്ക് കേട്ട് നമസ്കരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി. നമസ്കരിച്ചൊക്കെ വന്നപ്പോൾ നമ്മുടെ ഫിഷ് നല്ല ഫ്രൈ ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ച് അതിൽ കുറച്ച് പച്ചമുളകും അതുപോലെ ഗാർലിക്കും ഒക്കെ ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് വരുമ്പോൾ ആ ഫിഷ് ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റാണ്. ആ ഫിഷ് ഫ്രൈ ചെയ്ത പാത്രത്തിൽ നമ്മൾ കുറച്ച് ചോറും കൂടെ ഇട്ട് കഴിച്ച് നോക്കിയാലോ എന്തോരം ടേസ്റ്റ് എന്നറിയോ. അത് ഞാൻ പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ്, അതുകൊണ്ട് അതൊക്കെ ഞാൻ അത് കഴിച്ചു കുറച്ച് നേരം. അത് ഞാൻ നാട്ടിൽ വന്നാൽ ഞാൻ മുടക്കാറില്ല. അപ്പോൾ പിന്നെ ഞാൻ ആ ഫിഷ് ഫ്രൈ ചെയ്ത പാത്രത്തിൽ കുറച്ച് ചോറൊക്കെ ഇട്ട് കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നേ. അത് ഫ്രഷ് മീനും കൂടെ ആയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ചട്ടിയിലാണ് ഇന്ന് ചോറ് കഴിച്ചത്. കുറേ നാളായി ചട്ടിയിൽ ചോറ് കഴിക്കണമെന്നൊരു കൊതി. അപ്പോൾ പിന്നെ ഞാനത് ഞാൻ ചട്ടിയിലും ചോറ് കഴിച്ച്, ഉമ്മാക്ക് പാത്രത്തിലും കൊടുത്ത്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ സന്തോഷമായിട്ട് ചോറൊക്കെ കഴിച്ച് റാഹത്തായിട്ട് നാളെ നോമ്പിന് വേണ്ടി